ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ദ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇതാണ് ദൈവം എന്നോട് പറഞ്ഞ ഒരു വാക്യം. This is a verse that the Lord spoke to me. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ നിന്ദയെ ദൈവം ഉരുട്ടിക്കളയാൻ വേണ്ടി പോകും. The Lord's going to roll away your shame. ആക്ച്വലി എനിക്ക് പറയാനുള്ള കാര്യത്തിനകത്ത് എല്ലാ കണക്ഷൻസും ഇപ്പോൾ ഓൾറെഡി ഷോണിൽ കൂടെ ആകട്ടെ പാസ്റ്റർ കൂടെ ആകട്ടെ അത് പറഞ്ഞു കഴിഞ്ഞു. Whatever I want to speak has already been connected by Sean and Pastor. ആദ്യം പറഞ്ഞൊരു കാര്യം, 2 വ്യക്തികളോട് ദൂതൻ സംസാരിച്ചു. അവര് അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പറയാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. The angel spoke to 2 people, whether they believed or not, it happened. പക്ഷേ ഈ ദിവസങ്ങളിൽ സഭയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, But what's going to happen in the church these days? ദൈവത്തിന്റെ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളിൽ കൂടെ സംഭവിക്കും. The manifestations of the word of God shall come to pass. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ തടവിൽ കിടക്കുക. We see that John was in the prison. ആ സമയത്ത് യേശുവിന്റെ അടുത്തോട്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, വരുവാനുള്ള ആള് നിങ്ങൾ തന്നെയാണോ, നീ തന്നെയാണോ? John sends his disciples asking to Jesus whether are you the one that we are waiting for. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 19 തൊട്ടുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കണം, നമുക്കത് കാണാൻ വേണ്ടി. We can see this in the book of Matthew 7:19 onwards. പക്ഷെ അവിടെ നോക്കിക്കോണേ, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശുവിനെ വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ സ്നാപകന്റെ ലക്ഷ്യം. You see here, John's aim or purpose was to show who Christ or who Jesus is. അത് യോഹന്നാൻ സ്നാപകൻ കറക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. And he did that perfectly. പക്ഷെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുവാണ്, സംശയം ഉള്ളി വന്നു. But here there is a situation where there is doubt in his mind. വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം നിശ്ചയിച്ച ആള് തന്നെ യേശുവിനോട് ചോദിക്കുവാണ്, വരുവാനുള്ള ആള് നീ തന്നെയാണോ? The same person who was chosen to represent, to show who Jesus was, is having a doubt whether is he the one. പക്ഷെ യേശു ചെയ്ത ഒരു കാര്യം, അതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത്. What Jesus did is what I want to say. യേശു അവർ വന്ന് ചോദിച്ച സമയത്ത് യേശു ഒന്നും മിണ്ടുന്നില്ല. When they came and asked, he didn't reply anything. പക്ഷെ നിങ്ങൾ ആ വാക്യം താഴോട്ട് വായിച്ചാൽ അറിയാം, ആ നാഴിക തന്നെ യേശു അനേകരെ സൗഖ്യമാക്കി. But as we read following, we'll see in that same time Jesus healed many. ആ വാക്യം മാത്രം ഇടാൻ പറ്റും. ആ വാക്യം എനിക്ക് തോന്നുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7:20 തോന്നിക്കുന്നു. Book of Luke chapter 7 verse 20. അതിനെ താഴോട്ട് Next verse. അതെ, 21. 7:20. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ടു. At that very hour he cured many of infirmities, afflictions and evil spirits. ഇവിടെ യേശു ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, What Jesus does here, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് പ്രവചനം കിടക്കുക. there is a prophecy in the book of Isaiah about Jesus. യെശയ്യാ പ്രവാചകന്റെ 35-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, കുരുടന്മാർക്ക് കാഴ്ചശക്തി ലഭിക്കും. In the book of Isaiah chapter 37 it says, the blind shall see, ചെകിടന്മാർക്ക് കേൾവി ശക്തി the deaf ലഭിക്കും, shall hear, മരിച്ച ആൾക്കാർ എഴുന്നേറ്റ് and വരും. the dead shall raise to life. ഞാൻ പറഞ്ഞ കാര്യം, വചനം അവിടെ കിടക്കുവാണ്. The word is there. യേശു തിരിച്ചൊന്നും പറഞ്ഞില്ല, Jesus didn't respond back, പക്ഷെ മാനിഫെസ്റ്റേഷൻ കാണിച്ചു. but he showed in manifestation. ദൈവത്തിന്റെ വചനം ഉള്ളിൽ കിടക്കുന്ന സഭ, The church which has the word of God in them, ഞാനും നിങ്ങളുമാകുന്ന സഭ, we who are the church, ഒരു സംശയമായിട്ടൊരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വന്നാൽ if a person comes with a doubt in front of അവരോട് you, ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ല. don't go to debate in front of them. നിങ്ങൾ ആ വചനത്തിന്റെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലൂടെ ചെന്നിട്ട് അവർ വിശ്വസിക്കും. They shall believe, see the manifestation of the word of God. ഒരു ഇൻസിഡന്റ് കൂടെ പറയുവാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അടുത്ത ഒരു അയൽ രാജ്യത്തുള്ള ഒരു വ്യക്തി എൻ്റെ ഒരു ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് കയറി. Recently, a person from a neighboring country of India joined my online meeting. ഒരു വ്യക്തി അവരുടെ കുഞ്ഞിനെ കൊണ്ട് 7 ദിവസമായിട്ട് അവരുടെ ആ കുഞ്ഞിന് അസുഖമായിട്ട് കിടക്കുക. 7 ദിവസം. For 7 days, that person's child was sick. നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നി. ആ കുഞ്ഞിനെ എടുത്തോണ്ടാ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. The person came and carrying the child and they were praying. പ്രാർത്ഥിച്ചു, ആ സമയത്തൊന്നും സംഭവിച്ചില്ല. പിന്നെ ടെസ്റ്റിമോണി വരുവാ, സൗഖ്യമായി. We prayed, nothing happened that day, but afterwards the testimony came. The person was healed. ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ, നമ്മളിവിടെ കേട്ടതുപോലെ തന്നെ, ഈ വചനം പ്രസംഗിക്കാനല്ല, ആ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളിലൂടെ
പുറത്തു വരാൻ The വേണ്ടി. word is not to preach, but the manifestation of the word ഒരു shall come to പരിശുദ്ധാത്മാവിന്റെ pass. മൂവ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാതിരിക്കാം, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാം. When the presence of the Lord comes, whether you can sit quietly or you can respond to it. ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിങ്ങളുടെ നിന്ന ഉരുണ്ട് മാറും. The word of God says again, your shame shall be rolled away. നിന്നകൾ മാറാൻ വേണ്ടി പോവാണ്. വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്ന മാറാൻ വേണ്ടി To പോകും. some people, the Lord says, your shame is going to pass away. ഏറ്റവും ബാക്കിൽ ഞാനൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ആ ഒരു റോസ് കളറ് ഷർട്ടിരിക്കുന്ന ആ വ്യക്തി, അദ്ദേഹത്തോട് ദൈവം പറയുവാണ്, നിങ്ങളുടെ നിന്ന ദൈവം ഉരുട്ടാൻ വേണ്ടി പോവാ. ദൈവം പറഞ്ഞ കാര്യം, പിശാച് നിങ്ങളെ കുരുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുവാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനകത്തൊന്ന് പുറത്തു വരിക. നിങ്ങളിത് യാദൃശികമായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്ന സമയത്ത് വന്നിരിക്കുവാണ്. ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനത്താൽ നിങ്ങളുടെ നിന്ന മാറുന്നു. അതേ സമയത്ത് തന്നെ ആ കുരു കഴിഞ്ഞു പോവുക. ഒരു കാര്യം കൂടെ കർത്താവ് പറയുവാണേ, ഭൂതം ബാധിച്ച വ്യക്തികൾ അവിടെ വിടുതൽ അവർക്ക് സംഭവിച്ചു. ഇന്ന് അതേ കാര്യം നിങ്ങളുടെ ഏതെങ്കിലും മേഖലയിൽ, എനിക്കറിയാം ഇവിടെ അങ്ങനെ ആൾക്കാർ ഓൾറെഡി ഉണ്ട്, ഞാൻ അവരെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുവാണ്, നിങ്ങളുടെ ആ ഏത് ഏരിയയിലാണോ പിശാചിന്റെ ആധിപത്യമുള്ളത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ഇറങ്ങി മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഒരു ബോണ്ടേജിനെ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ആ ഒരു ഡൊമിനിയനെ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ദൈവം പറയാ, ജോലികൾ നിങ്ങൾക്ക് വേണ്ടി ലഭിക്കാൻ വേണ്ടി പോവാ. ജോലികൾ ലഭിക്കാൻ വേണ്ടി പോവാണ്. നിന്ന മാറാൻ വേണ്ടി പോവാ. ശരത് ബ്രദറിന്റെ ഫാമിലിയോട് പറയുവാണ്, നിങ്ങളുടെ നിന്ന മാറും, നിങ്ങളുടെ നിന്ന മാറും യേശുവിന്റെ നാമത്തിൽ. അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. ഇന്ന് പുതുതായിട്ട് വന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ഈ ഒരു വചനം റിലീസ് ചെയ്യുന്നു. അവരൊരു മിറക്കിള് അത് കാണട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിനെ അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു. സഭയിൽ കർത്താവ് ഈ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കട്ടെ. ഏത് ആൾക്കാരാണോ ഒരു സംശയത്തോടെ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ശക്തി റിയലായിട്ട് വെളിപ്പെടട്ടെ. അവർ കർത്താവിലേക്ക് വരട്ടെ. ആത്മാക്കൾ കർത്താവെ ഈ ദിവസം കർത്താവെ ഞങ്ങളിലൂടെ വിടുവിക്കപ്പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനത്തെ റിലീസ് ചെയ്യുന്ന ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി.